മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ഡോക്ടർ ജയലക്ഷ്മി. എറണാകുളം മഹാരാജാസ് കോളേജിൽ സംഗീത വിഭാഗത്തിൻ്റെ മേധാവിയായി റിട്ടയർ ചെയ്ത ടീച്ചറാണ്. ഞാൻ സംഗീതത്തിലേക്ക് വന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ വലിയൊരു പാരമ്പര്യം, അതായത് ഒരു വടവൃക്ഷത്തിൻ്റെ ഒരു ചെറിയ ശാഖയാണ് ഞാൻ. അത് ഹരികേശൻ നല്ലൂർ മുത്തയ്യ ഭാഗവതർ എന്ന് പറയും. അദ്ദേഹമാണ് സ്വാതിരുന്നാൾ സംഗീത കോളേജിൻ്റെ സ്ഥാപകനും ആദ്യത്തെ പ്രിൻസിപ്പലും. അത് ആദ്യത്തെ തലമുറ. അടുത്തത് എൻ്റെ അച്ഛൻ ശ്രീ നെല്ലായി ടി വി കൃഷ്ണമൂർത്തി. അദ്ദേഹം സ്വാതിരുന്നാൾ സംഗീത കോളേജിൻ്റെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ആളാണ്. എൻ്റെ അമ്മയും ഗോമതി കൃഷ്ണമൂർത്തി നല്ലപോലെ പാടുമായിരുന്നു. അതായത് ജനിച്ചത് മുതൽ സംഗീതം കേട്ടു വളരാനൊരു സൗഭാഗ്യം കിട്ടിയ ഒരു കുടുംബത്തിലെ അംഗമാണ്. അതിൽ എനിക്ക് സർവേശ്വരനോട് വളരെ നന്ദിയുണ്ട്. ഇനി എത്ര ജന്മം എടുത്താലും സംഗീതം തന്നെ തരണം എന്ന് ഞാൻ ദിവസേന പ്രാർത്ഥിക്കുന്നുമുണ്ട്. കാരണം അതിൻ്റെ ഒരു അനുഭൂതി വേറെയാണ്. അതായത് ഒരു ചക്രവർത്തി ഒരു നാട്ടിലേ മാനിക്കപ്പെടുന്നുള്ളൂ. ഒരു കലാകാരൻ വിദേശത്ത് ചെന്നാലും ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും അഭിമാനത്തോടെ നിവർന്ന് നിൽക്കാൻ സാധിക്കും. അവർ ബഹുമാനിക്കപ്പെടുന്നു എന്ന് എൻ്റെ അച്ഛൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അതൊക്കെ സത്യമാണ്. പിന്നെ ഞാൻ പഠിച്ചത് വിമൻസ് കോളേജിലാണ്. MA വരെ അവിടെ പഠിച്ചു. പ്രീ ഡിഗ്രി മുതൽ MA വരെ അവിടെ പഠിച്ചു. അതിൽ എല്ലാ അധ്യാപകരും നല്ലപോലെ ഗൈഡൻസ് തന്നിട്ടുണ്ട്. പക്ഷേ അതിലെനിക്ക് എൻ്റെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു ടീച്ചറുണ്ട്, എൻ്റെ കസ്തൂരി ടീച്ചർ. ആ ടീച്ചർ കാരണമാണ് ഞാൻ വിമൻസ് കോളേജിൽ ഉദ്യോഗത്തിലേക്ക് തന്നെ കയറിയത്. അത്രയും നല്ലൊരു മാതൃകാ അധ്യാപിക എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഭാഗ്യമുണ്ട്. പിന്നെ 1.5 വർഷം സ്കൂളിൽ അധ്യാപികയായിട്ട് സംഗീത അധ്യാപികയായിട്ട് ജോലി നോക്കി. അത് കഴിഞ്ഞ ഉടൻ തന്നെ വിമൻസ് കോളേജിൽ ജോലി കിട്ടി. പിന്നെ ചിറ്റൂർ കോളേജ്, ഗവൺമെൻറ് ചിറ്റൂർ കോളേജ് പാലക്കാടിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് RLV കോളേജിൽ വർക്ക് ചെയ്തു 3 കൊല്ലം. അത് കഴിഞ്ഞ് റിട്ടയർമെൻറ്റിൻ്റെ ആ ബ്രിമ്മിൽ എനിക്ക് മഹാരാജാസ് കോളേജിൽ വരാൻ സാധിച്ചു. അതായത് എല്ലായിടത്തും മാനിക്കപ്പെടുന്ന ഇത്രയും മഹത്തായ ഒരു കോളേജിൽ എനിക്ക് സർവീസ് ചെയ്യാൻ സാധിച്ചത് തന്നെ ഞാൻ വളരെ മഹാഭാഗ്യമായി കരുതുന്നു. 10 കൊല്ലത്തോളം അവിടെ ഞാൻ വർക്ക് ചെയ്തു. 89-ലാണ് റിട്ടയർ ചെയ്തത്. ആ സർവീസ് ചെയ്ത ഞാനാണ് അവിടുത്തെ ആദ്യത്തെ HOD ആയി വന്നത്. വളരെ ബുദ്ധിമുട്ടി. ആദ്യം ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നമുക്ക് ഫണ്ട് ഉണ്ടായിരുന്നില്ല, സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് 100 കൊല്ലത്തോളം പിന്നിട്ട ഡിപ്പാർട്ട്മെൻറ്റുകളേക്കാൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുമുണ്ട്, സൗകര്യാദികളുമുണ്ട്. അതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ സംഗീതത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. ഞാൻ കോളേജിൽ സർവീസിലിരിക്കെ ഒരുപാട് ഗാനങ്ങൾ എഴുതുകയും അത് ട്യൂൺ ചെയ്ത് ഓരോ സന്ദർഭങ്ങൾക്ക് പാടുകയും, പിന്നെ സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ട് പ്രോഗ്രാംസൊക്കെ ഓർഗനൈസ് ചെയ്യുകയും, NAC വിസിറ്റ് വരുമ്പോൾ വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ് കുട്ടികൾക്കും ആ NAC വിസിറ്റിന് വന്ന ആ ഡെലിഗേറ്റ്സിന് വേണ്ടിയും അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഭഗവാന്റെ കൃപ കൊണ്ട് എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്കെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. ഞാൻ എഴുതി ട്യൂൺ ചെയ്ത ഒരു രാഗമാലിക കുട്ടികളെ പഠിപ്പിച്ച് അത് ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിൽ പാടിപ്പിക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായി. സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി എന്ന നിലയിൽ FM സ്റ്റേഷനിലും ഒക്കെ സ്റ്റാഫിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും സ്റ്റാഫിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്
വെറൈറ്റി പ്രോഗ്രാം അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ കുട്ടികളെ ഈ മഹാരാജാസ് കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം 3 പ്രാവശ്യം മാത്രമേ ടൂർ കൊണ്ടുപോയിട്ടുള്ളൂ. അതിൻ്റെ ക്രെഡിറ്റ് ജയലക്ഷ്മിക്കാണ്. കാരണം 24 കുട്ടികളോളം വെച്ചിട്ട് അവരെ ടാഞ്ചൂർ, കൊടൈക്കനാൽ, മധുരൈ, നമ്മുടെ വേളാങ്കണ്ണി എല്ലായിടത്തേക്കും 3 പ്രാവശ്യമായിട്ട് ടൂർ കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്തു. പൊതുവേ കുട്ടികളുമായിട്ട് ഞാനൊരു ഫ്രണ്ടിനെ പോലെ പെരുമാറാറുണ്ട്. അതുകൊണ്ട് കുട്ടികൾ എന്നോടും വളരെ സ്നേഹമായിട്ടാണ് പെരുമാറിയിരുന്നത്. കുട്ടികളിൽ നിന്നും എനിക്ക് വളരെ നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ചിറ്റൂർ കോളേജിലായാലും വിമൻസ് കോളേജിലായാലും എവിടെയായാലും എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഏറെ ഉണ്ടായിട്ടുള്ളത്. അല്പസ്വല്പമൊക്കെ കരട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. അത് ഇന്ന സ്ഥലമാണെന്ന് എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അതൊക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞു. അവിടെ ഉണ്ടായ നല്ല അംശങ്ങൾ അത് എൻ്റെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നു. അതായത് RLV കോളേജിൽ അമ്പലപ്പുഴ തുളസി ടീച്ചർ, പി സുബ്രഹ്മണ്യം സാർ, നമ്മുടെ ഗോവിന്ദൻ നമ്പൂതിരി, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ ലളിത ടീച്ചർ, തൃപ്പൂണിത്തറ ലളിത ടീച്ചർ, ഇവരൊക്കെ ആ ക്ലാസ് എടുക്കുന്നതും അവിടെ ഇരിക്കുന്ന അത്രയും സമയം സംഗീതത്തിൽ തന്നെ ആറാടിയിരിക്കാനും കിട്ടിയ ആ ഒരു സന്ദർഭം എനിക്ക് ജീവനുള്ളിടത്തോളം മറക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ അച്ഛനിൽ നിന്നും അധികം പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അച്ഛനിങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടുള്ള ഇതുണ്ട്. അമ്മയിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അമ്മ എഴുതി ട്യൂൺ ചെയ്ത പാട്ടുകളും അല്ലാത്തതും ഒക്കെ എനിക്ക് അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ വീണയുടെ ഗുരു രുക്മിണി ഗോപാലകൃഷ്ണൻ, അത് സംഗീതരത്ന, സംഗീതശാസ്ത്ര വിശാരദ എന്നൊക്കെ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുള്ള 81 വയസ്സുള്ള ഇന്ന് ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ടുള്ള ആ ഒരു വാണിദേവിയുടെ അവതാരമായ ടീച്ചറിൽ നിന്നും എനിക്ക് വീണ പഠിക്കാനുള്ള ഒരു ഭാഗ്യവും കിട്ടി. പിന്നെ കല്യാണം കഴിച്ചത് എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ സുരേഷാണ്. അദ്ദേഹം സ്പൈസസ് ബോർഡിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഫാമിലിക്ക് വേണ്ടി അദ്ദേഹം ആ ജോലിയിൽ നിന്നും VRS എടുത്ത് ഇവിടെ തന്നെ ഒരു മെഡിക്കൽ സ്റ്റോർ റൺ ചെയ്യുകയാണ്. പിന്നെ എൻ്റെ മോൾ ഗായത്രി സുരേഷ് എല്ലാവർക്കും അറിയാം. പ്ലേബാക്ക് സിംഗറാണ്, ക്ലാസിക്കൽ സിംഗറാണ്. അവൾ സ്വന്തമായി ആൽബംസ് ചെയ്യുന്നു, ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നു. അതായത് ഗായത്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ 4ാമത്തെ തലമുറയാണ്. ഇനിയുള്ള തലമുറകളിലും തീർച്ചയായിട്ടും സംഗീതം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം സംഗീതം ദിവ്യ ഔഷധിയാണ്, എല്ലാത്തിനും ഒരു ഉപാധിയാണ്. നമുക്ക് എന്ത് ടെൻഷനുണ്ടെങ്കിലും എന്ത് മനസ്സിന് വിഷമമുണ്ടെങ്കിലും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതും നമുക്ക് അതിൽ നിന്നും പുറത്തു വരാൻ പറ്റുന്നതും സഹായിക്കുന്ന ഒരു ഔഷധിയാണ് സംഗീതം. അതുകൊണ്ട് ഞാൻ സംഗീതത്തെ വളരെ ആരാധിക്കുന്നു. പിന്നെ ഈ സംഗീതത്തിൽ മാത്രമല്ല കേട്ടോ, ഞാൻ സംഗീതേതര വിഷയങ്ങളെക്കുറിച്ചും ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് കുറേ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ 60ാം പിറന്നാളിന് ആശംസിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതി. ഞാൻ സംഗീത ലോകത്തിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി വന്ന ഉടൻ തന്നെ ജാപ്പനീസ് കോത്തോ പ്രോഗ്രാം നമ്മുടെ കലാഭവൻ അദ്ദേഹം പറഞ്ഞിട്ട് താജ് റെസിഡൻസിയിൽ വെച്ച് നടത്തിയായിരുന്നു. ഞാനും എൻ്റെ കൂടെയുള്ള
ഡോക്ടർ ജി ഭുവനേശ്വരിയും കൂടിയാണ് അത് ഓർഗനൈസ് ചെയ്ത് നടത്തിയത്. പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് കുട്ടികളെ കൊണ്ട് പല ഇൻസിഡൻ്റൽ ഇതിനും പ്രോഗ്രാംസ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ജഡ്ജായിട്ട് പലയിടത്തും പോയിട്ടുണ്ട്. പിന്നെ സാഫ് ഗെയിംസ് നടന്നു മഹാരാജാസ് കോളേജിൽ. അതിനു വേണ്ടിയുള്ള ഗാനങ്ങൾ മുഴുവൻ എഴുതിയത് ആർ കെ ദാമോദരൻ സാറാണ്. അത് ട്യൂൺ ചെയ്തത് ഞങ്ങൾ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപികമാരാണ്. പിന്നെ ഞാൻ ഒരു 10-12 കൊല്ലത്തോളം ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ ഡേ ഈ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തിയിരുന്നു. അതിന് നമ്മുടെ ഇടയിൽ ഉള്ള നല്ലപോലെ പാടാൻ കഴിവുള്ള യുവ കലാകാരന്മാരെയും കലാകാരികളെയും നന്നായി പ്രോത്സാഹിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി യങ് ആർട്ടിസ്റ്റിനെ, നമ്മുടെ കേരളത്തിലുള്ള യങ് ആർട്ടിസ്റ്റിനെ വിളിച്ച് ഞാൻ കച്ചേരി നടത്തിപ്പിച്ചു. കാരണം നമ്മുടെ കയ്യിലുള്ള കുട്ടികളെ നമ്മളെ എൻകറേജ് ചെയ്യാതെ മദ്രാസിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഒക്കെ വരുത്തി നമ്മൾ അവർക്ക് കാശ് കൊടുത്തിട്ട് കാര്യമില്ല. അവർ നമ്മുടെ കുട്ടികളെ വിളിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ എൻകറേജ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനത് ചെയ്തത്. അത് എനിക്ക് വളരെ സന്തോഷമുണ്ടായി. പിന്നെ ഇപ്പോൾ എനിക്ക് കുറച്ച് അസിസ്റ്റൻസിൻ്റെ കുറവും എനിക്ക് കുറച്ച് ഷുഗറും ഒക്കെ വന്നത് കാരണം ഞാനിപ്പോൾ അത് തൽക്കാലം നിർത്തി വച്ചിരിക്കുകയാണ്. അതും വളരെ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചതിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് പൂർണ്ണമായി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ 2 ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മ്യൂസിക് വൈവ എന്ന് പറയും. അതായത് നമ്മുടെ മ്യൂസിക് MA അപ്പിയർ ആകുന്ന കുട്ടികൾക്ക് വൈവ അറ്റൻഡ് ചെയ്യാൻ ഒരു ഗൈഡൻസ് ഇല്ലായിരുന്നു. കുട്ടികൾ വളരെ ബുദ്ധിമുട്ടി അവർ ബുക്ക് 1 തൊട്ട് ബുക്ക് 6 വരെയുള്ള ബുക്ക് റെഫർ ചെയ്താൽ മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ എന്നുള്ള മാതിരി ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ മ്യൂസിക് വൈവ എന്നൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിനെ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തു. ഇപ്പോഴും ആ ബുക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ അത് പ്രിൻ്റ് ചെയ്യാം എന്നാലോചിക്കുന്നു. അതിൻ്റെ 2nd വോളിയം ഇറക്കണമെന്നും ആഗ്രഹമുണ്ട്. പിന്നെ സംഗീതശാസ്ത്രമാല്യം എന്ന് പറഞ്ഞൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിലും വേരിയസ് ടോപ്പിക്സ്, ഒരു ടോപ്പിക്കല്ല, ഒരുപാട് രാമനാടകത്തെക്കുറിച്ചും മ്യൂസിക് തെറാപ്പിയെക്കുറിച്ചും എക്കണോമിക്സ് ഓഫ് മ്യൂസിക് എന്നും അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തത്. പിന്നെ 10th ഇയർ സെലിബ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ട് 10th ഇയർ സെലിബ്രേഷൻ വളരെ നല്ല രീതിക്ക് നടത്തി. അതൊരു 5 ദിവസത്തെ പരിപാടിയായിരുന്നു. അതിൽ ഞങ്ങളെ മാനുവൽ ഇൻഡസ്ട്രീസും ഇവരുമൊക്കെ ഒരുപാട് ഭീമ ഒക്കെ സ്പോൺസർഷിപ്പ് തന്ന് വളരെ സഹായിച്ചു. നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റി. അത് ബിജിപാൽ, മ്യൂസിക് ഡയറക്ടർ ബിജിപാൽ, തൃപ്പൂണിത്തുറ ശ്രീവത്സൻ ജെ മേനോൻ എന്നിവരൊക്കെ വന്നിട്ടാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത്. ആ CD ആർ കെ ദാമോദരൻ സാറ് കൊടുത്തു. അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യാൻ സാധിച്ചു. ഞാൻ എൻ്റെ തന്നെ ഒരു ആൽബം ഡെഡിക്കേറ്റ് ചെയ്തു, ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. അതിലും എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടി. എന്തുകൊണ്ടും ഭഗവാൻ എനിക്ക് വളരെ വളരെ അഭിനന്ദനങ്ങളും ഇതുമൊക്കെ വാങ്ങിച്ചെന്നതിനും ഈ മാതിരിയുള്ള അവസരങ്ങൾ തന്നതിനും പാടാനുള്ള അവസരം തന്നതിനും ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സംഗീതത്തിന് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റായിട്ട് ഞാൻ കുറേ തമിഴ് കൃതികൾ രചിച്ചിട്ടുണ്ട്. ഒരു 25ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിൽ ഒരു 8 കൃതി ഉൾക്കൊള്ളുന്ന ഒരു CD ഈ മാസം തമിഴ് ഇലക്കിയ വട്ടം എന്ന് പറയുന്നവർ അത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഒരുക്കത്തിലാണ്. ഗായത്രിയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹവും ആശീസ്സുകളും എനിക്കും എൻ്റെ മകൾക്കും പേരക്കുട്ടികൾക്കും വേണം. പിന്നെ ഞാൻ ഇതിൽ മാത്രമൊന്നും അല്ല കേട്ടോ, സംഗീതം മാത്രമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാശ്മീർ പോയി. കാശ്മീർ പോയാൽ കാശ്മീർ ഗുജറാത്തൊക്കെ പോയപ്പോൾ മൗണ്ട് അബുവിൽ പോയി. അവിടുത്തെ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തു. പിന്നെ കാശ്മീർ പോയപ്പോഴത്തേക്കും കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്തു. അങ്ങനെയൊക്കെ എല്ലാത്തിലും വളരെ സ്പോർട്ടീവായിട്ട് മനസ്സുകൊണ്ട് ഞാൻ വളരെ യങ്ങാണ്. എനിക്കതാണ് ഇഷ്ടവും. അപ്പം അതുകൊണ്ട് ഇനിയും സംഗീതത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം
എന്ന് പ്രാർത്ഥിക്കുന്നു. സുപ്രസിദ്ധ കവയത്രി ബാലാമണി അമ്മയെക്കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. അതായത് കവയത്രിക്ക് എന്നും കൗമാരമാണ്, അവർക്ക് പ്രായമാകുന്നില്ല എന്നുള്ള സാരാംശത്തിലൊരു കവിത എഴുതിയിട്ടുണ്ട്. പിന്നെ കുറേ ഗസൽസ് എഴുതിയിട്ടുണ്ട്. ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ ഗസൽസ് എഴുതി ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡോക്ടറേറ്റ് എടുത്തത് ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതരുടെ റെയർ കോൺട്രിബ്യൂഷൻസ് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ വെറും ഒരു സംഗീതജ്ഞനല്ല, വാഗ്ഗേയകാരനാണ്. അദ്ദേഹം 500-ൽ പരം കൃതികൾ നമുക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ ഇന്ന് പാടിക്കൊണ്ടിരിക്കുന്ന സ്വാതി തിരുനാൾ കൃതികൾ മുഴുവൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അദ്ദേഹം തിരുവിതാംകൂറിൽ ഒരു ഓണറോറിയമായി താമസിച്ച് അതെല്ലാം കളക്ട് ചെയ്ത് ചിട്ടപ്പെടുത്തി അത് പ്രചരിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് മഹാറാണി ചോദിച്ചതിന് സ്വാതിരുനാളിൻ്റെ മഹാരാജാവിൻ്റെ പേരിൽ ഒരു സംഗീത കലാശാല ആരംഭിക്കണം എന്ന് സജസ്റ്റ് ചെയ്ത് അത് പ്രകാരമാണ് ആ കലാശാല ആരംഭിക്കുകയും ആദ്യത്തെ പ്രിൻസിപ്പലായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തത്. പിന്നെ അദ്ദേഹം ആകാരം കൊണ്ടും എങ്ങനെയായാലും ഒരു ചക്രവർത്തിയെ പോലെ ഇരിക്കും. ഒരു 7 അടി ഉയരവും 4 അടി വീതിയുണ്ട്. പിന്നെ കോസ്റ്റ്യൂംസും അതുപോലെ ഇരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ ഈ കസേര ചാരു കസേരയൊന്നും പോരാ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യലായി നിർമ്മിച്ച ഒരു കസേര ഇന്നും സ്വാതിരുനാൾ കോളേജിൽ ഉണ്ട്. അത് എൻ്റെ അച്ഛൻ പ്രിൻസിപ്പലായി ഇരിക്കുന്നത് വരെ അത് പ്രിൻസിപ്പലിൻ്റെ റൂമിൽ തന്നെ ഒരു സൈഡിൽ അദ്ദേഹത്തിൽ ആ കസേരയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാ പ്രിൻസിപ്പൽമാരും ഫീൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്ര മഹത്വം ആ കസേരയ്ക്ക് തന്നെയുണ്ട്. പിന്നെ അതുകൊണ്ട് അദ്ദേഹം വളരെ റെയറായിട്ടുള്ള, അതായത് 23ഓളം രാഗങ്ങൾ നമുക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. ആ 23 രാഗത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് കൃതീസ്, രാഗമാലികകൾ. നമുക്ക് മുത്തുസ്വാമി ദീക്ഷിതർ മാത്രമേ നവഗ്രഹ കൃതികൾ രചിച്ചിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ശേഷം ഈ നവഗ്രഹങ്ങളെക്കുറിച്ച് വാരകീർത്തനങ്ങൾ എന്ന പേരിൽ 7 കൃതികൾ രചിച്ചത് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ദരുവർണം എന്നുള്ള കോമ്പോസിഷനും ഇദ്ദേഹം മാത്രമേ രചിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ വെറൈറ്റി കോമ്പോസിഷനും അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ തീസിസിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ ഞാനൊരു പോസ്റ്റ് ഡോക്ടറൽ തീസിസും ചെയ്തു. അത് വിമൻ ആർട്ടിസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ്. അത് ഞാൻ സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും വിസിറ്റ് ചെയ്ത് പ്രഗത്ഭരായ കഥാകാലക്ഷേപകാരൻ, വോക്കലിസ്റ്റ്, വയലിനിസ്റ്റ്, ഫ്ലൂട്ടിസ്റ്റ് എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്ത് ഏകദേശം ഒരു 100ഓളം കലാകാരികളെ ഇൻ്റർവ്യൂ ചെയ്ത് അതിലൂടെ എനിക്ക് ഒരുപാട് പഠിക്കാനും ഒരുപാട് അറിവ് സമ്പാദിക്കാനും എനിക്ക് സാധിച്ചു. എന്താ പറയേണ്ടത്, അത് ചെയ്യാൻ ഞാൻ എന്ത് പുണ്യം ചെയ്തു എന്നാലോചിക്കണം. അതായത് മനുഷ്യന് ചിട്ടയും അടുക്കും വേണം എന്ന് ഞാൻ പഠിച്ചു. ഞാൻ പൊതുവേ കുറച്ച് ചിട്ടയും അടുക്കമുള്ള കൂട്ടത്തിലാണെങ്കിൽ പോലും എനിക്ക് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഉണ്ടായ അനുഭവം കൊണ്ട് ഞാൻ കൂടി കുറച്ചുകൂടി നന്നാവാനുണ്ട് എന്ന് ഞാൻ ആലോചിച്ചു പോയി. കാരണം ഞാൻ 3 മണിക്ക് ചെല്ലുമെന്ന് പറഞ്ഞു. വഴി ഒരു വശത്തേക്ക് ഇത്തിരി മാറിപ്പോയി. അപ്പോൾ ആ സ്ട്രീറ്റിലൂടെ വരുന്നുണ്ട്, എനിക്ക് ഫോൺ വന്നു കഴിഞ്ഞു, എന്താ 3 മണിക്ക് എത്താത്തതെന്ന്. അത്ര ചിട്ടയായിട്ട് അവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി മേശയിൽ വെച്ചുകൊണ്ട് കാത്തിരിക്കുന്നു എന്നെ. അതെന്നെ അത്ഭുതപ്പെടുത്തി. ശരിക്കും കേരളത്തിലാണ്, എനിക്ക് പറയാൻ പാടില്ല, കേരളത്തെ ദുഷിച്ച് പറയാൻ പാടില്ല, പക്ഷേ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ഒരു ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട്, ഒരു പ്രൊഫൈൽ കിട്ടാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. എന്നാലും എങ്ങനെയൊക്കെയോ സക്സസ്ഫുള്ളി ഐ ഹാവ് കംപ്ലീറ്റഡ് ആൻഡ് സബ്മിറ്റഡ് ദ തീസിസ്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, ആരും വിഷമിക്കരുത്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കോയമ്പത്തൂർ രാജലക്ഷ്മി ഫൈൻ ആർട്സിൽ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ചെയ്തു. അത് തമിഴ്നാട് പത്രങ്ങളിലൊക്കെ നല്ല റിപ്പോർട്ട് വന്നു.
ഒരുപാട് സ്ഥലങ്ങളിൽ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ചെയ്യാറുണ്ട്. പിന്നെ നന്ദനാർ ചരിത്രം, രാമനാടകം, മുരുകൻ ചരിത്രം, ഇങ്ങനെയുള്ളതൊക്കെ മ്യൂസിക്കൽ ഡിസ്കോഴ്സായിട്ടാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഗായത്രിയാണ് എൻ്റെ കൂടെ പാടുന്നത്. ഐ ഹാവ് ഗോട്ട് എ ഗുഡ് ലൈബ്രറി വിത്ത് മീ. അതെനിക്ക് അച്ഛൻ തന്നതും ഞാൻ മേടിച്ചതും എൻ്റെ ഹസ്ബൻഡ് മേടിച്ചതും എല്ലാം കൂടി എനിക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ഇപ്പോൾ എൻ്റെ മകൾക്കും ഒരുപാട് കുട്ടികൾക്കും ഉപകാരപ്പെടുന്നുണ്ട്. ഡെസർട്ടേഷൻ വർക്കിനും തീസിസിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്യാനും ഒക്കെ ഒരുപാട് കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐവേല ദേവി ക്ഷേത്രം എന്ന് പറയും, അവിടെ അവരൊരു CD റിലീസ് ചെയ്തു. അതിൻ്റെ സംഗീത സംവിധാനം ചെയ്തു കൊടുത്തു. പിന്നെ കുറേ പുരസ്കാരം എന്ന് പറയാനൊന്നും ആയിട്ടില്ല, ആദരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ശാരദാ പീഠം കാലടി അവർ സുഗന്ധി ടീച്ചറെയും എന്നെയും കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച് ഗുരുപൂജ ചെയ്ത് ആദരിച്ചു. മാർ അത്തനേഷ്യസ് കോളേജിൽ ആർട്സ് ക്ലബ്ബ് ഇനാഗുറേഷന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടിമാലി കോളേജിൽ ആർട്സ് ക്ലബ്ബ് ഇനാഗുറേഷന് പോയിരുന്നു. പിന്നെ ഡോക്ടറേറ്റ് കിട്ടിയതിന് അഭിനന്ദിച്ചിട്ട് ഞങ്ങളുടെ ബ്രാഹ്മണ സമൂഹത്തിൽ, എടപ്പള്ളി ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നും ഒരു മെമ്മൻറ്റോ തന്ന് ആദരിച്ചു. പിന്നെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ, അവിടെ ഒരു പാട്ട് അവതരിപ്പിച്ചതിന് അവരും എനിക്കൊരു മെമ്മൻറ്റോ തന്നിട്ടുണ്ട്. സാഫ് ഗെയിംസിൻ്റെ ഉണ്ട്. അങ്ങനെ ഏതുകൊണ്ടും ഞാൻ തൃപ്തയാണ്, അനുഗ്രഹീതയാണ്, സന്തുഷ്ടയാണ്. ആദ്യമായിട്ട് എനിക്ക് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെ ഒന്ന് നന്നായി കൈകുലുക്കി അഭിനന്ദിക്കണം. കാരണം എന്താണെന്നറിയാമോ? നമ്മളൊക്കെ പഠിച്ച കാലം പോലെയല്ല ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത്. അവർക്ക് ഡ്രോയിങ് ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളെക്കാളും ബിസി അപ്പൂപ്പനും അമ്മൂമ്മയുമാണ്. ഡ്രോയിങ് ക്ലാസ് കഴിയുമ്പോൾ മ്യൂസിക് ക്ലാസ് കഴിയുമ്പോൾ തബല ക്ലാസ് കഴിയുമ്പോൾ ഡാൻസ് ക്ലാസ്, ഇങ്ങനെ ഇത് കഴിയുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ ക്ലാസ്, ഇങ്ങനെ അവർ നട്ടോട്ടം ഓടുകയാണ്, സ്കേറ്റ് വെച്ച് ഓടുകയാണ്. അപ്പോൾ അതിനിടയ്ക്കും എനിക്ക് തോന്നുന്നു ഈ മീഡിയാക്കളാണ് അവരെ ഇത്രയും ഉത്സുകരാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ നടത്തുന്ന റിയാലിറ്റി ഷോയും കോമ്പറ്റീഷനും എല്ലാം കൊണ്ടാണ് എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളിലുള്ള കഴിവ്, ഓരോ കുട്ടിക്കും ഓരോന്നിലായിരിക്കും കഴിവ്, ആ കഴിവ് കണ്ടെത്തി അവരെ ആ തലത്തിൽ പ്രഗത്ഭരാക്കി കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് ആദ്യം അഭിനന്ദനം. പിന്നെ ഇതിനോട് ഒരു റിയാലിറ്റി ഷോയിന് പോയാലും ഒരു കോമ്പറ്റീഷന് പോയാലും എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് അശ്രാന്ത പരിശ്രമം തന്നെയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർക്ക് കിട്ടുന്നുമുണ്ട്. അതിൽ നിന്ന് ആ ഗ്രൂമിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർക്ക് നല്ലൊരു അനുഭവം കിട്ടുന്നുണ്ട്. പിന്നെ ലോകമെമ്പാടും അവരറിയപ്പെടുന്നുണ്ട്. എൻ്റെ മകൾ ഡൽഹി എയർപോർട്ടിലൊക്കെ പോയപ്പോഴത്തേക്കും, പിന്നെ മസ്കറ്റിലൊക്കെ പോയപ്പോഴത്തേക്കും ഒരു മുത്തശ്ശി വന്നിട്ട് കയ്യെ പിടിച്ച് വിളിക്കണം, മോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്ക് കുളിര് കോരിപ്പോയി. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ ഭാഗ്യം നമുക്കൊന്നുമില്ല. പിന്നെ വേറെ ഒന്നുമില്ല, എല്ലാം ഇങ്ങനെ ക്യാപ്സ്യൂൾ പരുവത്തിലാക്കരുത് എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. അതായത് ഒരു വീടിൻ്റെ ബേസ്മെൻ്റാണ് നമുക്ക് ഏറ്റവും ഉറപ്പായിട്ട് കെട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ഒരു നിലയാണോ 2 നിലയാണോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത്. ആ ബേസ്മെൻ്റ് എത്രത്തോളം നമുക്ക് ഉറപ്പാകുന്നോ അത്രത്തോളം ബിൽഡിംഗ് ഉറപ്പായിരിക്കും. അതുപോലെ വരിശകൾ, അതായത് എൻ്റെ അച്ഛൻ 86 വയസ്സ് വരെ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ വരിശകൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അന്നൊക്കെ എനിക്കറിയില്ല, ഞാൻ കൊച്ചല്ലേ, അച്ഛൻ എന്തിനാണ് ഈ വരിശ പാടുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുമുണ്ട്, അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അച്ഛനോട് ചോദിക്കാനുള്ള ധൈര്യമില്ല. അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, എന്താ അമ്മ അച്ഛൻ ഈ സരളി വരിശയൊക്കെ ജണ്ട വരിശയൊക്കെ എന്തിനാണ് പാടുന്നത്, കീർത്തനം പാടിയാൽ പോരെയെന്ന്. പക്ഷെ അതല്ല ശരി എന്നുള്ളത് ഞാനൊരു അധ്യാപികയായപ്പോഴും ഞാനൊരു പ്രൊഫഷണൽ സിംഗറായപ്പോഴുമാണ് ഞാൻ അത് പഠിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ സംഗീതം എന്ന് പറയുമ്പോൾ കറ്റത് കയ്യളവ് കരാതത് കടലളവ് പറയും എന്ന് പറഞ്ഞാൽ അത് തമിഴാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ കൈ കൊള്ളുന്നതേ ഉള്ളൂ, പഠിക്കാനുള്ളത് കടലിൻ്റെ അത്രയും ഉണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. സ്റ്റിൽ ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനിപ്പോഴും എൻ്റെ രുക്മൺ ടീച്ചറിൻ്റെ വശത്ത് നിന്നും ഈ റെയറായിട്ടുള്ള കോമ്പോസിഷൻസും എല്ലാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അത് ഓർക്കണം. ഞാൻ ഒരു റിയാലിറ്റി ഷോയിൽ പോയി ഒരു ഫസ്റ്റ് മേടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം നേടി, അങ്ങനെ ഒരു തോന്നൽ ഒരു കുട്ടികൾക്കും വരാൻ പാടില്ല. അപ്പോൾ അത് പിഞ്ചിൽ പഴുത്തു പോകും.
അപ്പോൾ അവരുടെ ഭാവി കുഴപ്പത്തിലാകും. അതല്ലാണ്ട് അവർ നല്ല രീതിക്ക് എടുക്കുക, ഇനിയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, ഇനിയും നമ്മൾ നല്ല തലത്തിലേക്ക് വരണം, ഇനിയും നല്ല രീതിയിൽ പാടണം എന്നുള്ള രീതിയിൽ കൂടുതൽ 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 പഠിക്കുക, കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി വരുത്തുക, എന്നിട്ട് ലോകമെമ്പാടും അറിയപ്പെടുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു പാട്ടുകാരനാണ്. അതായത് പഴയ കാലത്തുള്ള നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും ബാബുരാജിൻ്റെയും രാഘവ മാസ്റ്ററുടെയും ഒക്കെ ആരാധകനാണ്. ഉത്തരാസ്വയംവരം, സന്ധ്യയ്ക്കെന്തിന് സിന്ദൂരം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായിട്ടുള്ള പാട്ടുകളാണ്. പിന്നെ വിസിലടി കച്ചേരിയും ചെയ്തിട്ടുണ്ട്. എൻ്റെ മകളും ഹസ്ബൻഡും കൂടി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വിസിലടി കച്ചേരി ചെയ്തിട്ടുണ്ട്. മധുരയിൽ വാഴും മുകുറുണി ഗണപതിയേ, മധുരയിൽ വാഴും മുകുറുണി ഗണപതിയേ, മനക്കവലൈ തീർപ്പായേ ബലംബിരി ഗണപതിയേ, മധുരയിൽ വാഴും മുകുറുണി ഗണപതിയേ, മനക്കവലൈ തീർപ്പായേ ബലംബിരി ഗണപതിയേ, മധുരയിൽ വാഴും മുകുറുണി ഗണപതിയേ, മനക്കവലൈ തീർപ്പായേ ബലംബിരി ഗണപതിയേ, മധുരയിൽ വാഴും മുകുറുണി ഗണപതിയേ.